നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെ ഒരു വിദ്യാർത്ഥി കൂടി ജീവനൊടുക്കി. പട്ന സ്വദേശി ശ്രുതി കുമാരിയാണ് മരിച്ചത്. YS അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദൻ, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ശ്രുതി, ഹോസ്റ്റൽ മുറിയിലാണ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരീക്ഷ മാറ്റിവെച്ചതിൽ വിദ്യാർത്ഥിനി മാനസിക സംഘർഷത്തിലായിരുന്നു എന്നാണ് വിവരം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ജൂൺ 21 പരീക്ഷ മാറ്റിയത്. ഈ മാസം 21 പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിലടക്കം കുട്ടി വിമുഖത കാണിച്ചു എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. സമസ്തിപൂരിലാണ് സംഭവം. ബീഹാറിലെ പട്നയിലെ സമസ്തിപൂരിലെ 17-കാരിയായിട്ടുള്ള ശ്രുതി കുമാരി എന്നാണ് ഈ കുട്ടിയുടെ പേര്. ജീവൻ ഒടുക്കിയിരിക്കുന്നത്. ഹോസ്റ്റൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ഹോസ്റ്റൽ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്നത് ആൺ സുഹൃത്തിൽ നിന്ന് ഏറ്റ മർദ്ദനത്തിന് പിന്നാലെയാണ് കുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് എന്നാണ് ഹോസ്റ്റൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ഹോസ്റ്റൽ അധികൃതർ ഇങ്ങനെ പറയുമ്പോഴും കുടുംബം ആരോപിക്കുന്നത് നീറ്റ് പരീക്ഷയിൽ ഈ പരീക്ഷ മാറ്റിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം ഉണ്ടായിരുന്നു, അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ബീഹാർ പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം മാനസിക സമ്മർദ്ദം അത് വിദ്യാർത്ഥികൾ അനുഭവിച്ചു എന്നത് കേരളത്തിലടക്കം ഓരോ വിദ്യാർത്ഥികളുടെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. നേരത്തെയും ഒരു മരണം ഇതുപോലെ രാജസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റൊരു മരണം കൂടി എന്തായാലും റിപ്പോർട്ട് ചെയ്യുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടാണോ, ആൺ സുഹൃത്തിൽ നിന്നുള്ള മർദ്ദനമാണോ എന്നതടക്കം ഇനി പോലീസാണ് അന്വേഷിക്കേണ്ടത്. അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിനന്ദ, ഇതിലിപ്പോൾ ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? അതായത് കുട്ടിയുടെ കുടുംബം പറയുന്നതാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ് മരണമെന്ന്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഈ ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുന്നത്. ഈ സഹപാഠികളുടെയോ മറ്റോ സുഹൃത്തുക്കളുടെയോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? അവരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ശ്രുതി, പൊരുത്തക്കേട് തന്നെയാണ് വിശദമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസിനെ എത്തിയിരിക്കുന്നത്. കാരണം ഹോസ്റ്റൽ അധികൃതർ ഇങ്ങനെ പറയുന്നു, കുടുംബം അങ്ങനെ പറയുന്നു. അപ്പൊ സ്വാഭാവികം എന്താണ് എന്നുള്ളത് വ്യക്തത വരുത്തേണ്ടത് പോലീസ് തന്നെയാണ്. പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ആത്മഹത്യ കുറിപ്പ് അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ സുഹൃത്തുക്കൾ പറയുന്നത് ഈ നീറ്റ് പരീക്ഷ അങ്ങേയറ്റം നന്നായി പഠിച്ചാണ് പോയി പരീക്ഷ എഴുതിയത് കഴിഞ്ഞ പരീക്ഷയിൽ. പക്ഷെ ഈ ചോർച്ച കണ്ടെത്തിയതിന് പിന്നാലെ ജൂൺ 21 പരീക്ഷ മാറ്റിയത് അങ്ങേയറ്റം സമ്മർദ്ദം അത് കുട്ടിക്കുണ്ടായിരുന്നു. പിന്നീട് 21 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ പോലും ചില വിമുഖതകൾ കാണിച്ചു എന്നാണ് സഹപാഠികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. വിശദാംശങ്ങളാണ് YS അഭിനന്ദൻ നൽകിയത്.